സീരിയസ് ആവണ്ടെന്നാ ക്യാരക്ടർ മാറ്റി ഇല്ല അല്ല എനിക്ക് ബോഡി നേരെ ജിമ്മിൽ കയറാം നെക്സ്റ്റ് ഡേ ജിം ക്ലോസ്ഡ് കോവിഡ് പാട്ട് പാടിയ ഉണറും അഭിരാമിയെ താലാട്ടും സാമിയെ நான் தான் தெரியுமா മെറിറ്റിൽ വന്നവൻ സംശയമുണ്ടോ? അതെ വാര്യമ്പളിയിലെ മീനാക്ഷി അല്ലേ? നിന്നൊക്കെ ഞാൻ എന്തുണ്ടാക്കാൻ വന്നടാ ഒറ്റയ്ക്ക് വഴ കിട്ടി You got it, baby. Sing when somebody asks you usually kind അൽഫോൺസ് ആക്ടിംഗ് ആണ് ആദ്യം ട്രൈ ചെയ്തിരുന്നത്. അപ്പൊ ഇപ്പോ ആക്ടർ ഇപ്പോഴാണ് അവനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അല്ലെങ്കിൽ അവന് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നോ, എപ്പോഴാണ് അവനും തോന്നിയത് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ആക്ടിങ് ചെയ്യണം എന്നുള്ള ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു. അപ്പോൾ നമ്മള് ഇതാണ് ആഗ്രഹിച്ചിരുന്നത്. നമ്മള് പണ്ട് അലുവ ഗോബൂസിന്റെ കൊട്ടാരത്തിനപ്പുറത്തുള്ള പടവുകളിൽ ഇരുന്നിട്ട് ആഗ്രഹിച്ചിരുന്നത് ഈ സ്ക്രീനിനകത്ത് നമ്മൾ കാണാനും അതുകൊണ്ട് തന്നെ ഫുൾ തിരക്കുകളായിട്ട് എല്ലാവർക്കും സിനിമകളായിട്ട് ഓടി നടക്കുന്ന പരിപാടി നമ്മൾ ആഗ്രഹിച്ചത്, ബിസി ആയിട്ടിരിക്കാനാണ് ആഗ്രഹിച്ചത്. ആ ഒരു ലൈഫ് നമുക്കിപ്പോൾ കിട്ടിയേക്കാണ്. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു പൊസിഷനിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമസ്കാരം. മീഡിയോനോടൊപ്പം സിജു വിൽസൺ, അശ്വിൻ, ദൃശ്യ, കൃഷ. വെൽക്കം ടു മീഡിയോ ഓൺ ഷോമ. ഞങ്ങളുടെ കൂടെ ആരാണ്? എന്റെ കൂടെ നിങ്ങളുടെ കൂടെ അനുജ. വളരെ സെലക്റ്റീവായിട്ട് കഥ ചൂസ് ചെയ്യുന്ന ഒരാൾ. എന്തുകൊണ്ടാണ് റോസ് എന്നുള്ളൊരു സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ക്യാരക്ടറും എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തൊരു ഫാക്ടറാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അഭിലാഷമായിട്ട് ഏകദേശം 6 വർഷം, ഓൾമോസ്റ്റ് 8 വർഷത്തോളമുള്ള പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് വേറൊരു ത്രില്ലർ സ്റ്റോറിയാണ് എനിക്ക് വന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഡോസിലേക്ക് എത്തുന്നത്. അങ്ങനെ ഡോസും നല്ലൊരു ത്രില്ലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു എൻ്റർടൈനിങ് ത്രില്ലറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ചെയ്യാമെന്നുള്ളത് ചൂസ് ചെയ്തെന്നുള്ള കാരണം. വേറെ ടോണായിരുന്നു, പെട്ടെന്ന് ക്യാമറ സീരിയസ് ആവണ്ടെന്നാ ക്യാരക്ടർ മാറ്റി. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ ക്യാരക്ടറിലേക്ക് 1000 ബേബീസ് ആയിരുന്നു നമുക്ക് ആരാധകർക്കിടയിൽ വലിയ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സ്പായ ആണ് ഇറങ്ങിയിട്ടുള്ളത്. സോ ഇനി ഡോസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ആരാധകർ എനിക്ക് പ്രതീക്ഷിക്കുകയാണ്? He's a police officer. His name is Vivek. ഈ കഥകൾ നടത്തുന്ന എല്ലാ ദുരവസ്ഥയും എല്ലാ ഈ ഷോക്കിംഗ് ഇവൻസിൻ്റെയും ക്രൈംസിൻ്റെയും അന്വേഷണമാണ് നടത്തുന്നത്. ഇതിലൊരു വലിയ ഹോസ്പിറ്റൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസാണ്. അങ്ങനെ ഒറ്റ കേസല്ലാതെ ഒറ്റ കഥ അല്ലാതെ ഒരുപാട് ഇങ്ങനെ കുറേ ഇത് നടക്കും. സോ അതിൻ്റെ അന്വേഷണമായിട്ട് നടക്കുന്ന ഒരു പോലീസ് ഓഫീസർ. വളരെ സ്ട്രെയിറ്റ് ആണ്, നെഗറ്റീവോ ഗ്രേയോ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് സ്ട്രെയിറ്റ് ആണ് ക്യാരക്ടറാണ്. അതെ, ഒരു ഹലാൽ പോലീസ് ഓഫീസർ. ഈ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഷറഫുദ്ദീനെ കണ്ടു, ഒരു ബൈറ്റ് എടുത്തിരുന്നേ. ബൈറ്റ് എടുത്ത സമയത്ത് ഞാൻ ചോദിച്ചു, ഈ മേരിനെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വീറ്റ് റിവഞ്ച് ആണോ എന്നുള്ളത്. അപ്പോൾ ഷറഫുദ്ദീൻ ചിരിച്ചുകൊണ്ട് വളരെ തമാശയായിട്ട് റിപ്ലൈ എന്നാണ്, അതിന് ഞാൻ ഇത്രയും പൈസ മുടക്കേണ്ടതുണ്ടോ എന്നുള്ളത്. സോ ഇവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. പ്രൊഡ്യൂസ് ചെയ്യാണ് ആൻഡ് ഹാപ്പി വേണ്ടിയുള്ള ഫസ്റ്റ് ഹിറ്റ് കോംബോയാണ്. സോ സിജുവിന്റെ ഒരു സജഷൻ ആണോ ദൃശ്യം? ഇല്ല, അവിചാരിതമായിട്ട് സംഭവിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചാൽ മെറിറ്റിൽ വന്നവൻ ഒറ്റയ്ക്ക് വഴ കിട്ടി കാണാറുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീല്. ഓ ആ അതില് ഗെറ്റ് റെഡി വിത്ത് മീ കാണുന്നില്ല. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നില്ല. ഇൻസ്റ്റാഗ്രാമില്ല, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ല അതില് ലൈക്ക് ഇടയ്ക്ക് ഞാൻ മറ്റേ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനത്തെ ഡേ വീഡിയോസ് ഇൻ മൈ ലൈഫ്, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ ചേച്ചിയുടെ മറ്റേ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ, നിവിൻ ചേട്ടനോടൊപ്പം ഉള്ള വീഡിയോ. അല്ലേ ഇപ്പൊ ഗെറ്റ് റെഡി ആവുന്നത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഷർട്ടും പാൻറ് ഇട്ടിട്ട് സൽവാറും മറ്റേ ചുരിദാറും ഒക്കെ ഇട്ടിട്ട് പോകുമ്പോ ഞാൻ എടുത്ത് ചുരിദാർ തന്നിട്ട് ഞാൻ ഷർട്ടും പാൻറ്റും നിന്നിറങ്ങിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ കാണാത്തത്. നമ്മള് ചോദ്യം തീർന്നു. ഇതിലേക്ക് ഞാൻ കാസ്റ്റ് ചെയ്യുന്നല്ല, അഭിലാഷാണ് ഓപ്ഷൻ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കൂ, എന്തായാലും സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ
ചെയ്തിട്ട് എങ്ങനെയാണ് എന്തായാലും സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദൃശ്യം അങ്ങനെ ഒരു അല്ലെങ്കിൽ ഇതിൽ ചെയ്തേക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മൾ വേറെ സിനിമകളിൽ കണ്ടിട്ടില്ല. കൂടുതലും പ്രണയ സിനിമകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ദൃശ്യം ഉണ്ടാകുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഒരു ഡോക്ടറാണ്. അപ്പോൾ കുറേ ഏരിയാസ് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ട ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അഭിലാഷ് അങ്ങനെ ഒരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ ലുക്കും കാര്യങ്ങളൊക്കെ അല്ല മുടിയൊക്കെ കെട്ടി വെപ്പിച്ചൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ അല്ലെങ്കിൽ അതിലെ മെയിൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സീക്വൻസ് ഒക്കെ ഒന്ന് ചെയ്യിപ്പിച്ചത് നോക്കിയിട്ടൊക്കെയാണ് എടുത്തത്. കാരണം കറക്റ്റ് ക്യാരക്ടറായിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ. അതായത് അഭിലാഷേട്ടൻ സ്ക്രിപ്റ്റ് പറഞ്ഞു, എൻറ്റയർ ഇത് നറേറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അതിനുശേഷം അഭിലാഷേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദൃശ്യം ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പം തന്നെ ടെക്സ്റ്റ് ചിരിച്ചേട്ടെ സ്ക്രീൻ ടെസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താ, നമ്മൾ ഹാപ്പി വെഡിങ്ങിന്റെ സമയത്ത് വി ഹാഡ് ലൈക്ക് ഒരു ഫോട്ടോഷൂട്ട് പോലെ ജസ്റ്റ് ഇങ്ങനെ എങ്ങനെ ചേരുന്നുണ്ടോ നോക്കാൻ വേണ്ടി. ഗായ്സ് നിങ്ങൾ എങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കുന്നത് രണ്ടുപേരും? അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു മാറ്റമില്ലല്ലോ. ഓ അങ്ങനെ ഇല്ല അല്ല എനിക്ക് അതായിരിക്കും. അല്ല മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. ഹാപ്പി വെഡിങ്ങിൽ നിന്ന് ലുക്ക് വൈസിലും മാറ്റങ്ങളൊക്കെ വളരെ ചെറിയ കുട്ടിയാണ്, 10ാം ക്ലാസ് പ്ലസ് ടു പഠിക്കുമായിരുന്നു അല്ലേ? പ്ലസ് ടു അല്ല 10th കഴിഞ്ഞ് +1 ആ ഒരു +2 ആയിരുന്നില്ല റിലീസ് ആയപ്പോഴേക്കും +2 ആയോ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അപ്പൊ ആ സമയത്ത് നിന്ന് എന്തായാലും ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. നല്ല ചേഞ്ച് ആണെന്ന് വിചാരിക്കുന്നു. അതെ വീഡിയോ കണ്ട് ഞാൻ അപ്പൊ തന്നെ എനിക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് എങ്ങനെ പുൾ ഓഫ് ചെയ്യുന്നത് ചെയ്യുന്നത് കണ്ടിട്ടില്ല. കാരണം ആ ക്യാരക്ടർ ഇച്ചിരി ഹെവി ആയിട്ടുള്ള ക്യാരക്ടറാണ്. കുറെ ഏരിയാസ് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അഭിലാഷിനെ വിളിച്ചപ്പോൾ അഭിലാഷ് ഓക്കെയാണ്, സെറ്റാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഡിഷൻ വീഡിയോ അല്ലെങ്കിൽ സ്ക്രീൻ ടെസ്റ്റിന്റെ വീഡിയോ കണ്ടപ്പോഴേക്കും ഭയങ്കര രസമായിട്ട് അവള് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ പണ്ടെപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ ആദ്യം വരുന്ന സമയത്ത് നമ്മൾ ക്യാമറയിൽ പോകുമ്പോൾ കണ്ണുകൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ചു കളയും. ചില സമയത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് നോക്കുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഓഡിഷൻ സ്ക്രീൻ ടെസ്റ്റിന്റെ ആ വീഡിയോയിൽ നോക്കിയപ്പോൾ കറക്റ്റ് ഷാർപ്പായിട്ട് കറക്റ്റായിട്ട് പിടിച്ച് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞു അത് ആ സമയത്ത് ഹാപ്പി വെഡിങ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ എനിക്ക് സിനിമയിൽ വരണം അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ വന്നൊരാളല്ല, എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടു. ഇനിയിപ്പോ പരിപാടി കൊള്ളാം, രസമുണ്ട്. സാരിയുടെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് വീഡിയോ സാരി പർച്ചേസ് ചെയ്യാൻ പോയിട്ട് അല്ല, സാരി പർച്ചേസ് ചെയ്യാൻ പോയതല്ല, അതെന്റെ ഫോട്ടോ ആക്ച്വലി ഒമർക്ക് ലൈക് ഫേസ്ബുക്കിലെ കണ്ട് അങ്ങനെ വന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞു. അപ്പൊ ഇറ്റ് വാസ് വെരി റാൻഡം. ഒരുപാട് ഓപ്ഷൻസ് ഓഡീഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക നായികയ്ക്ക് വേണ്ടി. അനു അന്ന് ഓക്കെ ഉണ്ട്, അനുവിന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഗ്രേസ് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ ഫൈനൽ ആരാണെന്നുള്ളത് അതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ്. അന്ന് ഐശ്വര്യനെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഐശ്വര്യ സിനിമയിൽ വന്നിട്ടില്ല, ഐശ്വര്യ ലക്ഷ്മി. എത്ര കഥാപാത്രങ്ങൾക്ക് ശേഷമാണ് താങ്കളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. അതെന്റെ ഭാഗ്യമാണ്, അത് സത്യമായിട്ടും. ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. സംഭവം ഐ ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ. ആ സമയത്ത് എന്നെ വേണം എന്ന് അവർക്ക് തോന്നിയത് എന്തുകൊണ്ടാ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ്. പക്ഷെ ഇവിടെ നിന്ന് കോംബോ മിസ്സായി പോയില്ലേ? കാരണം വൈഫ് കൃഷിയായി പോയില്ലേ? ഓക്കെ, അശ്വലേക്ക് വരുവാണെങ്കിൽ മറ്റേ പരിപാലയ ആ നീലശലഭമേല് കിടക്കാണ്. സ്റ്റിൽ സ്റ്റക്ക് ഓൺ ദാറ്റ് സോങ്. സോ ഇപ്പോഴും സിനിമ നമ്മൾ ആ വിചാരിച്ച രീതിക്കകത്തേക്ക് വിജയിച്ചില്ലെങ്കിലും ആ സോങ് ഇപ്പോഴും നമ്മുടെ എല്ലാ ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും അല്ലേ? സോ ഇപ്പോഴും ആരോട് പറയാറുണ്ടോ ആ സിനിമ? All credit goes to Justin George. Machan, if you're watching this, it's for you. ഭയങ്കര ആദ്യം പടത്തിൻ്റെ സമയത്ത് തന്നെ ആ പാട്ട് കേട്ടപ്പോൾ എന്താ ആക്കി വെച്ചിരിക്കുന്നത്. ബട്ട് വി ഡോണ്ട് നോ വാട്ട് വിൽ ദ റിസൾട്ട് ബി. പക്ഷെ ഓഡിയൻസിൻ്റെയും ഭയങ്കര ഒരു അത് കത്തിപ്പോയി. എല്ലാവരും മെസ്സേജ് എല്ലാവരും മെസ്സേജ് അയക്കും.
പല പല സീരിയലിൽ നിന്നും പല വെഡിങ് വീഡിയോസിൽ നിന്നും Yeah. റീൽസ് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ടാഗ് ചെയ്ത്. അപ്പോഴൊക്കെ ഞാനിത് ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ പേരാണ്, അയാളാണ് നായകൻ. എനിക്ക് വെറുതെ ചുമ്മാ ആർട്ടിസ്റ്റ്. കൃഷി എങ്ങനെയായിരുന്നു ഈ ഒരു ടോസിലേക്ക്? ഇതിലേക്ക് ഞാൻ റൗണ്ട് കഴിഞ്ഞ് ഇരിക്കാൻ നേരത്ത് സതീഷ് ഏട്ടൻ പിയാണോ റൗണ്ട്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, ഒന്ന് പോയി ഓഡിഷൻ ചെയ്ത് നോക്കും. അങ്ങനെ ഞാൻ അടുത്ത ദിവസം രാവിലെ, അപ്പോൾ ഞാൻ കൊച്ചിയിലും ഉണ്ടായിരുന്നു, പോയി ഓഡിഷൻ ചെയ്തു. അപ്പോൾ എന്തിനാ മനസ്സിലായി ഞാൻ പ്രോജക്റ്റിലാണ്. ഐ തിങ്ക് ഐ ലാസ്റ്റ് വൺ ടു ജോയിൻ ദ കാസ്റ്റ് ആൻഡ് ക്രൂ. സോ അങ്ങനെയാണ് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് കയറിയത് ഇതിലേക്ക് വന്നു. പക്ഷേ ടൈമിങ് നിമിത്തം എന്ന് പറയുന്നത് ആ സമയത്ത് ഇവിടെ ഉണ്ടാവുകയും ലൈക്ക് മീറ്റിംഗ് സതീഷ് ഏട്ടൻ ഇതൊക്കെ ഭയങ്കര ഒരാഴ്ചയുടെ ഉള്ളിൽ, റോന്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയുടെ ഉള്ളിലാണ് ഇതൊക്കെ. ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ ആരായിരിക്കണം എന്നുള്ളൊരു ഓപ്ഷനിൽ അവസാനം കൃഷിയിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു കാസ്റ്റായിട്ടാണ് നോക്കുന്നത്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈസി ആയിട്ടുള്ളൊരു ക്യാരക്ടറും കൂടിയല്ല, അത് ഭയങ്കര രസമായിട്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഡിഫിക്കൽട്ട് ലൈക്ക് രാഗിത്തയുടെ ക്യാരക്ടർ പക്ഷേ ഞാൻ ഇപ്പം വരെ ചെയ്തിരിക്കുന്ന മോസ്റ്റ് മെച്ചോർഡ് ക്യാരക്ടേഴ്സ് ഓൺ സ്ക്രീൻ ആസ് ഇമോഷൻ ഓൾസോ. വളരെ ഇങ്ങനെ പറയാത്ത ഒരു ക്യാരക്ടർ, സോ ഉള്ളിൽ കുറെ വെച്ചിരിക്കുന്ന ഒരു ഷീ ഹോൾഡ്സ് ഇമോഷൻസ്. ഇറ്റ്സ് വെരി ന്യൂ. 19ാം നൂറ്റാണ്ട് എടുക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ബിഹൈൻഡ് ദ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. 19ാം നൂറ്റാണ്ടെന്നല്ല, എല്ലാ സിനിമകളും ചലഞ്ചിങ് ആണ്, അത് മേക്ക് ബിലീഫ് ആണല്ലോ. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന പെർഫോമൻസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ആൾക്കാർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ചലഞ്ചാണ് അങ്ങനെ എത്തിക്കുക എന്നുള്ളത്, ഓൾ സിനിമ. അപ്പോൾ എന്താ പറയുക, ഈ സിനിമ അതുപോലെ തന്നെ ആൾക്കാരെ പിടിച്ചിരുത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എനിക്കും ഈ സിനിമയിൽ ഈ ക്യാരക്ടർ ഒരുപാട് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പുള്ളൊരു ക്യാരക്ടർ കൂടിയായിരുന്നു ഡോക്ടർ പ്രകാശ് എന്ന് പറയുന്നത്. ഒരു പ്രതീക്ഷയിലാണ് എന്തായാലും നല്ല സിനിമകൾ ഇനി വീണ്ടും വരുമെന്ന പ്രതീക്ഷയിലാണ്. ഡയറക്ടർ വിനയൻ പുള്ളി പറയുന്നുണ്ട് 6 മാസം കഴിഞ്ഞ് സിജു വരുമ്പോൾ കറക്റ്റ് വേലായുധ പണിക്കരായിരുന്നു എന്നുള്ളത്. അപ്പൊ ബാക്കിലിരുന്നൊരു എക്സ്പ്രഷൻ എടുത്തു, മറ്റേ ജയറാമേടന്റെ അത് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർക്കുന്നില്ല. അതിനെപ്പറ്റി എപ്പൊ പറയുമ്പോഴും ഭയങ്കര പ്രൗഡ് ആൻഡ് എന്താ പറയാ, അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷവും ഒരു പ്രൗഡ്നെസ്സും ഉണ്ട്. കാരണം വളരെ കുറച്ച് ആക്ടേഴ്സെ മലയാളത്തിൽ അങ്ങനത്തെ ഹിസ്റ്റോറിക് മൂവീസ് ചെയ്തിട്ടുള്ളൂ. അതിലൊരാളായിട്ട് ഞാനും ഉണ്ട്. എന്നാൽ താഴെക്കടയിൽ കിടക്കുന്ന ഒരു ലോവർ കാസ്റ്റിൽ കിടന്നിരുന്ന ഒരാളെയാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടി കൂടിയാണ്, ക്യാരക്ടർ കൂടിയാണ്. അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റിയത് ഭയങ്കര പ്രൗഡാണ്. സാറത് പറയുമ്പോഴും ഭയങ്കര ബാക്കിൽ ഒരു എക്സ്പ്രഷൻ എടുത്തു. ഇതുവരെയായിട്ട് ട്രോളർമാരുടെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല. അല്ല, ഞാൻ സാറ് നോക്കി പറയുമ്പോൾ സാറ് എന്നെ വിളിച്ച് ഫസ്റ്റ് കണ്ട് എന്താ ഒരു സാറിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ സാറിന് അത്ര എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഈ ഒരുപാട് മെയിൻ ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാനപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. എന്നെ വിളിച്ച് കംപ്ലീറ്റ് കഥയും അതുപോലെ തന്നെ കാണാൻ വെച്ചിട്ട് കംപ്ലീറ്റ് കഥയും, ഇത്ര ഫൈറ്റ് ഉണ്ട്, ഹോഴ്സ് റൈഡിങ് ഉണ്ട്, ഇതൊക്കെയാണ് എൻ്റെ ഇൻട്രോ സീൻ, ഇതൊക്കെ എൻ്റെ അടുത്ത് പറയണം. അപ്പം ഞാനാണെന്നുള്ളത് തീരുമാനിച്ചിട്ട് പോലും ഇല്ല, എന്നെ വിളിച്ചിട്ട് പറയണം. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് സാറിനോട് എപ്പോഴും ഉണ്ട്. കാരണം സാറ് എല്ലാവരും അങ്ങനെയാണ് പെരുമാറുന്നത്. ആ ഒരു എന്താ പറയുക, ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇത് സാറിനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാറ് എന്നെ ഷർട്ടൊക്കെ കഴിപ്പിച്ചു, നോട്ടം അതിൻ്റെ ബോഡി കാണിട്ട് പറയുമ്പോഴും ഭയങ്കര പറയുന്നുണ്ട്, ഇതൊന്നും പോരാ, ഇത് ഇന്നും നല്ല ബൾക്കാണോ, നല്ല സൈസാണോ, വന്ന് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഞെട്ടണം, നമ്മളെ ചാർജ് ചെയ്ത് വിടുകയാണ്. ഞാൻ അപ്പോൾ അവിടെ നിന്നിട്ട് ചാർജ് ആയിട്ട് അങ്ങനെ ചാർജ് ആയിട്ട് പോയി. നെക്സ്റ്റ് ഡേ 2020 ഫെബ്രുവരിയിൽ ഞാൻ നേരെ ജിമ്മിൽ കയറണം. നെക്സ്റ്റ് ഡേ ജിം ക്ലോസ്ഡ്, കോവിഡ്.
ഒരു വർഷത്തേക്ക് ഞാൻ ജിമ്മില് മറ്റേ ഫീസൊക്കെ അടച്ചിട്ട് ഞാനും വൈഫും കൂടി പോയി ജോയിൻ ചെയ്ത് നെക്സ്റ്റ് ജിമ്മൊക്കെ ക്ലോസ് ഡൗൺ പണിപ്പാളി. അത് കഴിഞ്ഞിട്ട് പ്രൊജക്റ്റ് നടക്കാനായിട്ട് കുറെ ഡിലേ വന്നു. പിന്നെ നെക്സ്റ്റ് ഒരു ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് സാറ് വിളിച്ചിട്ട് നീ തന്നെയാണെന്നുള്ളത്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാർ വെച്ച് ചെയ്യുന്ന പരിപാടികൾ അങ്ങനെയൊക്കെ ആലോചിച്ച് പോയായിരുന്നു. ഒരു ഓഡിഷൻ കോളൊക്കെ സാർ ഇട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് സാറിനെ വിളിച്ച് ചോദിച്ചായിരുന്നു, കൺഫർമേഷൻ സാറ് പറയാമെന്ന് പറഞ്ഞു. ആ സമയത്ത് പല പല സജഷൻസും പരിപാടികളൊക്കെ വന്നിട്ട് അങ്ങനെ ഓപ്ഷനിൽ പോയപ്പോൾ അങ്ങനെ ഒന്നും തീരുമാനമാകാതെ അവസാനമായപ്പോഴത്തേക്ക് സാർ ഇവൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം സാറെടുത്ത് അങ്ങനെയാണ് എന്നെ വിളിച്ചിട്ട് നീ തന്നെയാണ് പരിപാടി തുടങ്ങിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും ഒരു വാശിയായിരുന്നു. അതായത് അങ്ങനെ ഒരു ആ സമയത്ത് ബാഹുബലിയൊക്കെ ഇറങ്ങിയിട്ടുള്ള ടൈമാണ്. ഞാനും ഇതുപോലത്തെ സിനിമകൾ ഇവിടെ എന്താ വരാത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് എനിക്കൊന്നും കിട്ടാത്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഞാനത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും ഒരു ലൈഫാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് കരിയറിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് തന്നെയാണ് ലൈഫ് കിട്ടാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്തെന്നുള്ളതാണ് അതിനകത്ത്. ഈ സിനിമയാണെന്നുണ്ടെങ്കിൽ ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും നമ്മളതിൽ മടി കൂടാതെ നമ്മൾ സംവിധായകൻ എന്താണോ കാണുന്ന വിഷൻ അതിനൊപ്പം ചേർന്ന് നിന്ന് അതിനുവേണ്ടി അവർ കൂടെ നിന്ന് ഫുൾ ഓൺ ആ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കരിയറിലൊരു ഗ്രോത്ത് എന്തായാലും ഉണ്ട്. ഈ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പൈസ പോകുന്ന പരിപാടിയല്ലേ? ഡോസിന്റെ കാര്യത്തിലാണ് പ്രൊഡ്യൂസറിന്റെ പേര് മാത്രമേ ഉള്ളൂ. ആക്ച്വലി പ്രൊഡ്യൂസർ നമ്മൾ മറ്റേ ഇത് കാണുമ്പോൾ വിൽസൺ പിക്ചേഴ്സ് കാണുമ്പോൾ ഓ പ്രൊഡ്യൂസറും കൂടിയാണ് അല്ലേ ആ ഒരു ഇത് വരുന്നുള്ളൂ. ആക്ടർ എന്ന രീതിയിലാണ് ആഷുലാണ് ഇരുന്നത്. ഈവൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന മൂവീസ് ആണെങ്കിലും വാസന്തി ആണെങ്കിലും ഭൂതം എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ നല്ല മെട്രോ പരാമോ എന്നൊരു മൂവി ചെയ്തു അവരുടെ കൂടെ തന്നെ. അവിടെ സെറ്റിൽ വന്നാലും എവിടെ വന്നാലും എന്നെ പ്രൊഡ്യൂസറായിട്ടൊന്നും കാണാനുണ്ടാവുന്നില്ല. കരിയറിലെ തുടക്കത്തിലുള്ള ആ ഒരു ഗ്യാങ്, ഇപ്പം അൽഫോൺസ് പുത്രൻ, ഷറഫുദ്ദീൻ, നിവിൻ പോളി, നിങ്ങളൊക്കെ ഒരു വല്ലാത്തൊരു ചേഞ്ച് ആണ്. ലൈക്ക് ഇപ്പം ഷറഫുദ്ദീൻ ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നിവിൻ പോളി. സോ എല്ലാവരും ചെയ്യുമ്പോൾ ഇപ്പം കൂടുതലുള്ളവർ രക്ഷപ്പെടുമ്പോൾ നമ്മളോട് രക്ഷപ്പെടുകയാണല്ലോ. വാഴ കണ്ടിരുന്നു? ഇല്ല, ഇന്നിപ്പോ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണാൻ പോകും. ഗംഭീര പ്രകടനമായിട്ട് നല്ല പെർഫോമൻസ് ആണ്. അൽഫോൺസ് ആക്ടിംഗ് ആണ് ആദ്യം ട്രൈ ചെയ്തിരുന്നത്. അപ്പൊ ഇപ്പോ ആക്ടറായിട്ട് ഇപ്പോഴാണ് അവനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അല്ലെങ്കിൽ അവന് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നോ, ഇപ്പോഴാണ് അവനും തോന്നിയത് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ആക്ടിങ് ചെയ്യണം എന്നുള്ള സംഭവം. അത് പറഞ്ഞു. അപ്പോ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് റൈറ്റ് ഡിസിഷൻ എടുത്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റണം. തിയേറ്റർ വിസിറ്റ് പറഞ്ഞു പ്രേമം പോലെ ഇനി ഒരു സിനിമ പ്രതീക്ഷിക്കാന്ന്. പ്രേമം പോലെ ആയിരിക്കും അറിയില്ല. എന്തായാലും ഡിസ്കഷൻ ഉണ്ടോ? എഴുത്ത് നടന്നുകൊണ്ടിരിക്കണം. എഴുത്ത് പരിപാടികൾ ക്യാരക്ടറിനെ പറ്റി വല്ലതും പറഞ്ഞിരുന്നു? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എഴുത്ത് ഏത് സബ്ജക്റ്റാന്ന് പോലും അറിയില്ല. അവന്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. എല്ലാം റെഡിയായി ഒരു ഫൈനൽ പരിപാടി ആയി കഴിയുമ്പോൾ നമ്മളൊക്കെ വിളിച്ചിട്ട് പറയുള്ളൂ. ഇനി കൺമണി അൻപോളൊന്ന് പാടിയാലോ? ഉറങ്ങ നമുക്ക് പാട്ട് പാടി ഉണർത്തണം. ലൊക്കേഷനിൽ പാട്ട് പാടാറുണ്ടായിരുന്നോ? ഡയറക്ടറും പാട്ട് പാടുമായിരുന്നു മൈക്കിലൊക്കെ. ഫ്രെയിമിനകത്തും ത്രില്ലർ, പുറത്തും ത്രില്ലർ. എന്നെ എന്തിനാണ് വലിച്ചെടുക്കുന്നേ? ഞാൻ ഇവിടെ ഇരിക്കുന്നല്ലേ. നിന്നൊക്കെ ഞാൻ എന്തുണ്ടാക്കാൻ വന്നടാ ആ സമയല്ലേ? അയ്യോ അങ്ങനെ പറഞ്ഞു വരില്ല. വരട്ടെ വരട്ടെ. கண்மணி அன்போட காதலன் நான் எழுதும் லெட்டர் மடல் இல்லை கடிதாசன் வச்சுக்கலாமா? இல்லை கடிதமே இருக்கட்டும். படி நம்ம நினச்சி பார்க்கும்போது மனசில் கவிதை அருவி மாதிரி வருது. அது எழுதணும்னு உட்கார்ந்து அந்த எழுத்து தான் வார்த்தை. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா? சிவகாமியே சிவில் நீயும் பாடியே அதுவும் ஒன்று புரியுமா?
സുബലാലിലാലിയേ ലാലിലാലിയേ അഭിരാമിലാലിയേ ലാലിലാലിയേ അഭിരാമിയേ താലാട്ടു സാമിയേ താങ്കാലേ. കമലഹാസനോട് കടുത്ത ആരാധനയാണല്ലേ? കമലഹാസനോട് കടുത്ത ആരാധനയാണല്ലേ? പിന്നെ എങ്ങനെയാ അത് വന്നത്? ഒബ്വിയസ്ലി ഗ്രോയിങ് അപ്പ് വാച്ചിങ് ഹിസ് ഫിലിംസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്രേസ് തുടങ്ങി. ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഒരു വേറെ ഒരു ഡൈ ഹാർഡ് ഫാൻ ബോയ് കം ആർട്ടിസ്റ്റ് ഓർ യുനോ ഇംപേഴ്സണേറ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് പോയി. So it's like literally I could transform myself how Suraj Etan transforms into Mamukka or Sunil Grover transforms into somebody. Angane I was literally doing that for a while. That helped me also in many other ways. Kamal sir was the right school to follow even for films. So I don't think there is a better guide to cinema than Kamal sir. So angane growing up from a fanboy becoming an artist, and now I'm very clear. Yeah. Okay, this has been my path, this is how I was, this is where I drew the line, and this is where I said enough. So now I'm like, I'm not a die-hard of anyone anymore. Like I'm done with that phase, like I'm done. Like I've eaten enough, that was a good meal, I'm done. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടിയായിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട്. No, unless and until, you know, entertainment അല്ലാതെ I am completely off that die-hard segment anymore. Yeah. ചേട്ടാ, ഈ ഇവന്റ്സ് എടുക്കുകയാണെങ്കിലും ഒരു ഫംഗ്ഷൻസ് എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ കോസ്റ്റ്യൂംസ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്. സോ ആരാണ് ഈ സ്റ്റൈലിസ്റ്റ്? എൻ്റെ വീട്ടിലുള്ള സ്വന്തം ഭാര്യ ശ്രുതിയാണ് സ്റ്റൈലിസ്റ്റ്. റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ശ്രുതി ചേച്ചി. ശ്രുതിയാണ് എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യാറും ഡിസൈൻ ചെയ്യാറും. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രുതിയാണ് പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രുതിയാണ് കോസ്റ്റ്യൂംസ് ഓൺലൈനിൽ സെലക്ട് ചെയ്ത് അയക്കുന്നതൊക്കെ. കോമ്പിനേഷൻസ് ഒക്കെ ശ്രുതിയാണ് ഫിക്സ് ചെയ്തത്. പ്രതിച്ഛായയുടെ ഇന്റർവ്യൂല് അജു വർഗീസ്, നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ കണ്ടിരുന്നത് ഷറഫുദ്ദീനുള്ള. അപ്പൊ അതിനകത്ത് ധ്യാൻ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് സക്സസ് എന്നാൽ എന്താണെന്നുള്ളത്. അപ്പോൾ നിവിൻ പോളി പറയുന്നുണ്ട് സന്തോഷവും സമാധാനവുമാണ് ഇപ്പോ എന്റെ സക്സസ് എന്നുള്ളത്. സീജയുടെ എന്താണ് ആ ഒരു ചോദ്യം വരികയാണെങ്കിൽ? സമാധാനവും സക്സസ് ഉണ്ട്, അതിനൊപ്പം കാശും കൂടി വേണം. ആദ്യം പറയേണ്ടത് അതല്ലേ? അതെ, കാശ് വേണം. കാശില്ലാതെ സന്തോഷം സമാധാനം കിട്ടില്ല. കാശുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം. പിന്നെ ഞാൻ പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ളൊരു അത്രയും കാശ് ഒരുപാട് കാശ് കിട്ടിയിട്ടുണ്ട്. ജീവിക്കാനുള്ള കാശൊക്കെ ഇട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന എത്ര പേര്, സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരുപാട് കാശുണ്ടായിട്ടും സന്തോഷവും സമാധാനം ഇല്ലാത്ത എത്ര പേരുണ്ട്. ഡിപ്പെൻസ് നമ്മളെങ്ങനെയാണ് ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ചിരിക്കും. ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ആളാണ്. ലിവ് ഇൻ പ്രസന്റ്. കാരണം ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എത്ര പേര് ജനിക്കാതെ മരിച്ചു പോകുന്നുണ്ട്, അല്ല? ജനിക്കാതെ മരിച്ചു പോകുന്നുണ്ട്. ജനിക്കാണ്ട് മരിച്ചു പോയി വയറ്റിൽ വെച്ചിട്ട് തന്നെ മരിച്ചു പോകുന്നുണ്ട്, അല്ലേ? അവർ ഈ ഭൂമിയിലേക്ക് വരാൻ പറഞ്ഞാൽ എന്താ പറയുക, അങ്ങനെ ഒരു നമുക്കൊരു പർപ്പസ് ഉള്ളതുകൊണ്ടാണ് ലൈഫ് നമുക്കുണ്ട്. അപ്പോൾ ആ ലൈഫ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക, പിന്നെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ഭയങ്കര ഞാൻ എപ്പോഴും ഹാപ്പി. ആക്ച്വലി എല്ലാവർക്കും അത് തന്നെയാണ്, പീസ് ഓഫ് മൈൻഡ്. എവിടെയാണ് എന്താണ് ലവ് വാട്ട് യു ഡു. അതിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറെ ആൾക്കാരെ ഇഷ്ടപ്പെടാത്ത ജോലികളുണ്ട്. ആൻഡ് സോ ഐ ഫീൽ ബ്ലെസ്ഡ്. എനിക്കൊരു ആർട്ടിസ്റ്റ് ആവണമായിരുന്നു. ഞാൻ ആ ആർട്ടിസ്റ്റ് ലൈഫ് ജീവിക്കുന്നതിന് ഐ താങ്ക് മൈ പേരൻസ് ഫോർ ഇറ്റ്, ടു ബി ഏബിൾ ടു ലിവ് ദാറ്റ് ലൈഫ്. പക്ഷെ കുറെ കാരണം not a lot of people can follow their dreams.
Not a lot of people are able to do that. അവർക്ക് opportunity കിട്ടിയിട്ടില്ല. They try, they keep trying. Yeah. So I feel that I'm blessed and I'm grateful for it. പക്ഷെ അതല്ലാതെ finding joy in everything that you do. Even work. I hope everybody gets to do what they love to do. For me, success is being able to do എനിക്ക് ഇഷ്ടമുള്ള സംഗതി ചെയ്യാൻ പറ്റുന്നത്. And without bothering anybody, without troubling anybody. എനിക്ക് എൻ്റെ ജീവിതം like when I sleep at night എനിക്ക് ഒരു successful day ആണെന്ന് തോന്നുന്നു. Live the way you love to live. Exactly. Create memories. And even actually living like an artist. നിങ്ങൾ 4 പേരെ സംബന്ധിക്കുകയാണെങ്കിൽ കോമൺ ഫാക്ടർ എന്നുള്ളത് നിങ്ങൾ ലീഡ് റോളും ചെയ്തിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം ക്യാരക്ടർ റോളും ചെയ്തിട്ടുണ്ട്. അപ്പം ലീഡ് റോൾ ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് കൂടുതലായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവുക. അപ്പം നിങ്ങൾ നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ ചെയ്യും, അതിനുവേണ്ടി ഫ്ലെക്സിബിൾ ആയതാണോ അതോ നമ്മൾ വിചാരിച്ചൊരു കഥാപാത്രം എത്തിയില്ല എന്നുള്ളതാണോ? ഞാൻ പൊതുവെ ഒരു ആക്ടർ ആവുമെന്ന് അറിയില്ലായിരുന്നു. സോ എനിക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ അത്രത്തോളം ഐ ഹവ് നോട്ട് തോട്ട് അബൌട്ട് ഇറ്റ്. ഇത് തന്നെ ചെയ്യും, ഇങ്ങനെ തന്നെ ചെയ്യും, അങ്ങനെ അല്ലായിരുന്നു. സിനിമ ചെയ്യണം ഇവൻച്വലി വന്നൊരു ഇൻ ദ പ്രോസസ് വന്നൊരു ഡ്രീം കൂടെയാണ്. സിനിമ ചെയ്യണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. അത് ലീഡാണോ അതൊരു ഒരു ക്യാരക്ടറാണോ, മൂവി ലൈക്ക് കണ്ടന്റ് ഇസ് കീ. ബാക്കി നമ്മളൊക്കെ ഒരു കഥാപാത്രമല്ല പ്ലേ ചെയ്യുന്നത് എൻഡ് ഓഫ് ദി ഡേ. സോ വാട്ട് എവർ കംസ് ഇൻ ടു യുവർ പ്ലേ ഡു ഇറ്റ് വിത്ത് ഓണസ്റ്റി. സീരിയലിൻ്റെ കഥാപാത്രങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും മെജോറിറ്റിയും ക്യാരക്ടർ റോൾസ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആണ്. അപ്പം അങ്ങനെ തന്നെയാണോ? അത് നല്ല കഥാപാത്രത്തിനെ അതാണ് ചിലപ്പോൾ നമുക്ക് ഒരു സിനിമയിൽ ഫുൾ ലീഡ് ക്യാരക്ടർ ചെയ്താലും ചിലപ്പോൾ ഒരു സിനിമയിൽ ക്യാരക്ടർ റോൾ ചെയ്യുന്ന എക്സ്പ്ലോർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നല്ല. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓരോ സിനിമ അനുസരിച്ചിട്ട് ആണ്. അപ്പോൾ എനിക്ക് ബേസിക്കലി ഞാൻ ക്യാരക്ടർ റോളുകളും അല്ലെങ്കിൽ ഞാൻ 2 ഡയലോഗ് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ ക്യാരക്ടർ റോളുകളിലേക്ക് അങ്ങനെ പതിയെ ഗ്രോ ചെയ്ത് വന്നതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഡിറ്റക്റ്റീവ് ചിലൻ എന്ന് പറയുന്ന സിനിമ ചെയ്തു. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് സിനിമയിലുണ്ട്. അത് ഞാൻ വേണ്ടെന്ന് വെക്കുന്ന പക്ഷേ ലീഡ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ്. അപ്പോൾ പിന്നെ വാസന്തി എടുത്ത് നോക്കി കഴിഞ്ഞാൽ വാസന്തിയിൽ എനിക്ക് വന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ ആ ക്യാരക്ടറിന് ഒരുപാട് അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയതാണ്. നമുക്ക് ചില പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്നത് അങ്ങനത്തെ ക്യാരക്ടേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന അങ്ങനെ ചില ക്യാരക്ടേഴ്സ് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. ചിലപ്പോൾ ഒരു ഫുൾ ത്രൂ ഔട്ട് സിനിമ ലീഡായിട്ട് ചെയ്യുന്ന ഇതിൽ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, നമ്മളത് ചെയ്യില്ല. ഏത് ക്യാരക്ടർ ചെയ്യാമെന്ന് ഇപ്പോൾ ലീഡായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിനിമയിലൊരു വന്നു പോകുന്ന കഥാപാത്രമായിക്കോട്ടെ, 2 സീനായിക്കോട്ടെ, പക്ഷെ നമുക്ക് എന്തെങ്കിലും അവിടെ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ കാണുമ്പോൾ ഇന്ന ക്യാരക്ടറിനെ ഓർത്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇത് വേണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എല്ലാ തരം കഥാപാത്രങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. കൃഷിയിലേക്ക് വരാണെങ്കിൽ അതിഭയങ്കര കാമുകനായിരുന്നു, ഭീകര കാമുകനാണ്. ലീഡ് റോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനോമിയിൽ അറ്റ് ദ സെയിം ടൈം ഒരു ലീഡ് റോൾ അല്ല, ഒരു ക്യാരക്ടർ റോളാണ്. ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നല്ലൊരു ടീമിൻ്റെ ഭാഗമാവാൻ കഴിയണം, നല്ലൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ കഴിയണം എന്നുള്ളതായിരുന്നു. അതിൽ ഐ എം വെരി ഹാപ്പി. ലൈക്ക് എനോമിയിൽ എനിക്ക് തുടക്കം തൊട്ടിട്ടേ ലൈക്ക് എൻ്റെ അടുത്ത് ഡയറക്ടർ സ്റ്റോറി പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു, പക്ഷെ ആ ക്യാരക്ടർക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഐ വാസ് ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അതുപോലെ തന്നെ ജോൺ ലൂത്തറിലായാലും ഞാൻ ചേട്ടൻ്റെ സിസ്റ്ററായിട്ടാണ് അതിൽ ലൈക്ക് ലീഡ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ആ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു കാര്യം. മലയാളത്തിൽ ചാർമിനാർ തുടങ്ങിയല്ലേ, ചാർമിനാറിലെ ഒരുപാട് ഇപ്പം 1000 ബേബീസ് പാടക്കമുള്ള ഒരുപാട് സിനിമകൾ, അതിനിടയ്ക്ക് മറ്റു പല ഭാഷകളിലും പോയി നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. സോ ഇപ്പോഴും മലയാളത്തിൽ തന്നെ നിൽക്കാനാണോ താല്പര്യം? പിന്നെ ഇതാണ് എൻ്റെ തുടക്കം, ഇതാണ് എൻ്റെ ഒരു ബൈ കൾച്ചർ ഐ എം റൂട്ടഡ് ഇൻ തമിഴ്നാട്, ബട്ട് by art I'm rooted here. By birth I'm rooted there, by art I'm definitely rooted in Malayalam cinema. എനിക്ക് ഇത് മതി, like I'm always open to so many. I've done a Hindi project actually. I've debuted in Hindi. It's not out yet. It's a Yash Raj production, and
It's got Kirti Suresh and Radhika Apte in the lead. Okay. It's called Akka. Yeah. And അതിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. So I just want to keep exploring. I'll go to different languages. It's all fine. But yeah, I mean, കുറച്ച് വൈകിയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റുന്നില്ല. I'm happy. The way it's going, best is always reserved for us. എന്ന് മാത്രം ചിന്തിച്ചു. നിങ്ങൾ രണ്ടിനും പറയുകയാണെങ്കിൽ ഹാപ്പി വെഡിങ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കണം. 10 years. എങ്ങനെയാണ് 10 years 10 years. വീണ്ടും ഒരുമിക്കുന്നു. ആ ഹിറ്റ് കോമ്പോ എന്തായാലും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ. ഹാപ്പി വെഡിങ്ങിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സിജു ചേട്ടനായിട്ട് ഇത്രയും ക്ലോസ് ആയിരുന്നില്ല. അതായത് ഹാപ്പി വെഡിങ്ങിൽ എനിക്ക് എല്ലാവരും പേടിയായിരുന്നു, എല്ലാവരോടും സംസാരിക്കാൻ പേടിയായിരുന്നു. നമ്മൾ പുതിയതായി വന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇൻഡസ്ട്രി എന്താണ്, ഇപ്പോൾ ഓൾറെഡി പുറത്ത് റൂമേഴ്സ് ഉണ്ട്, ഓ ഇൻഡസ്ട്രി അങ്ങനെ അങ്ങനെ ഇങ്ങനെ. അപ്പം നമ്മൾ ആ ഒരു മൈൻഡിലാണ് വരുന്നത് തന്നെ. അപ്പോൾ ഐ വാസ് വെരി സ്കെയർഡ് ടു ടോക്ക് ടു പീപ്പിൾ ഓർ സോഷ്യലൈസ്. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെത് ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോകും. ഞാൻ ബൈ പറയാൻ പോലും ഞാൻ നിൽക്കില്ല. ഐ ജസ്റ്റ് ഗോ ഓഫ്. ലൈക്ക് ഞാനും സിജുചേട്ടനും അതങ്ങനെ ഒട്ടും ലൈക്ക് നമ്മൾ അങ്ങനെ ഭയങ്കര കമ്പനി ഒന്നും ആയിരുന്നില്ല. പിന്നെ ആ പ്രോസസ്സിൽ സിജുചേട്ടനെ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇതാക്കി. പിന്നെ നമ്മൾ ഒരു ഷോപ്പിംഗ് മോളിൽ വെച്ചിട്ടോ സൂപ്പർ മാർക്കറ്റ് വെച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. ചേട്ടനൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്നെ മനസ്സിലായോ? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയല്ലേ? അങ്ങനെ മനസ്സിലായി. ആ സീൻസ് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അയച്ചു ആക്ച്വലി സ്പോട്ടിലിട്ട സംഭവമായിരുന്നു. അതിലുള്ള എക്സ്പ്രഷൻ ഇല്ല. വാരമ്പള്ളിയിൽ മീനാക്ഷിയാണോ ചോദിക്കുമ്പോ ഞാനിങ്ങനെ ഇത് ആക്ച്വലി ആൾക്കാർ വിചാരിക്കും ഓ വാട്ട് എ നാച്ചുറൽ ആക്ടിങ്. ഞാൻ എന്റെ മൈൻഡിൽ സ്ക്രിപ്റ്റ് എന്നെല്ലാം മാറിയോ, ദൃശ്യം എന്നല്ല എന്റെ പേര്, മീനാക്ഷി നോക്കിയോ അറിയില്ല, ആ മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അത് കാണുമ്പോ നാച്ചുറൽ ആക്ടിങ്, പക്ഷെ എന്റെ ഉള്ളിൽ ഇതായിരുന്നു പോകണ്ടായിരുന്നത്. സ്പോട്ടിലിട്ട സംഭവങ്ങളായിരുന്നു. ഹാപ്പി വെഡിങ്ങിന്റെ ടൈമിൽ ചെയ്ത കഥാപാത്രങ്ങളായിട്ടല്ല ഇതിനകത്ത് ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ്. ആസ് ആൻ ആക്ടർ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട, ഈ വേറെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ദൃശ്യിക്കുണ്ട്. അതുപോലെ തന്നെ എനിക്കും ആസ് ആൻ ആക്ടർ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ഈ സിനിമയിലുണ്ടായിരുന്നു. മിസ് ചെയ്യുന്നുണ്ടോ ഗ്യാങ്? പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും തിരക്കുകളിലാണ്. എല്ലാവരും ഷൂട്ടും പല പല പരിപാടികളായിട്ട് എപ്പോഴും കാണാൻ പറ്റിയെന്നില്ല. പക്ഷെ നമ്മൾ ഓൺ കോൾ എപ്പോഴും സംസാരമുണ്ട്, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യും. തീർച്ചയായിട്ടും ഒരുമിച്ച് കാണാം. നമ്മളെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസം വൈകിട്ട് കൂടും, സംസാരിക്കും, സിനിമകൾ ചർച്ച ചെയ്യും, ഒരുമിച്ച് സിനിമയ്ക്ക് പോകും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ സിനിമയ്ക്ക് പോകാനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ പലരും പല ഷൂട്ടുകളിലായിരിക്കും, പല തിരക്കുകളിലായിരിക്കും, സ്ഥലത്തുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. അത് മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഒരു സിനിമ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് അതൊക്കെ മാറി. എല്ലാവരും മിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നിവിൻ്റെ കൂടെ സാറ്റർഡേ നൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരുമിച്ചൊരു പടം ചെയ്തത്. പ്രൊമോഷൻസ് അതൊക്കെ വരുമ്പോൾ നമുക്ക് ആരാധകർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് ശേഷം ആ കോംബോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ ആ ടൈമിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കിട്ടുന്ന ടൈം നമ്മളിപ്പോ കാണാൻ പറ്റുന്നില്ല, അങ്ങനെ വിഷമിച്ചു. കാരണം നമ്മള് ഇതാണ് ആഗ്രഹിച്ചിരുന്നത്. നമ്മള് പണ്ട് ആലുവ ഗോപൂസിന്റെ കൊട്ടാരത്തിന് പുറത്തുള്ള പടവുകളിൽ ഇരുന്നിട്ട് ആഗ്രഹിച്ചിരുന്നത് ഈ സ്ക്രീനിനകത്ത് നമ്മൾ കാണാനും, അതുപോലെ തന്നെ ഫുൾ തിരക്കുകളായിട്ട് എല്ലാവർക്കും സിനിമകളായിട്ട് ഓടി നടക്കുന്ന പരിപാടികൾ നമ്മൾ ആഗ്രഹിച്ചത്, ബിസി ആയിട്ടിരിക്കാനാണ് ആഗ്രഹിച്ചത്. ആ ഒരു ലൈഫ് നമുക്കിപ്പോൾ കിട്ടിയേക്കണം. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു പൊസിഷനിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാണാമല്ലോ, കാണുന്ന സമയത്ത് കാണാം. നമ്മൾ ഒരുമിച്ച് പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് സിനിമകൾ വരും, അതൊക്കെ സംഭവിക്കും. അപ്പോൾ ആ സമയത്ത് എല്ലാവരും Yeah, you guys are truly amazing. No, you were good. You were great. ആദ്യം തന്നെ ആ സംഭവം അല്ല, ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്ന പെട്ടെന്ന് ഇന്റർവ്യൂ നിങ്ങൾ ഏത് രീതിക്കകത്തൊക്കെ എടുക്കുന്നത് എനിക്കറിയില്ലല്ലോ. ഭയങ്കര ചില്ലല്ലോ. നമ്മള് കഥാപാത്രങ്ങളായിട്ട് സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ഒരു
ഇന്റർവ്യൂ സെഷനേക്കാൾ കുറച്ച് ഇന്ററാക്റ്റീവ് ആവുമ്പോൾ നിങ്ങൾ ഏത് വേയോ അങ്ങനെ എടുക്കുന്നത് എനിക്ക് അറിയില്ലല്ലോ. സംസാരിച്ചു തുടങ്ങിയപ്പോ ആ ഒരു ബ്രേക്ക് ചെയ്തപ്പോ ഓഡിയൻസിനൊക്കെ ഇതൊക്കെ മനസ്സിലായി തുടങ്ങിയില്ല എന്താണ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയപ്പെട്ടത്. താങ്ക് യു. എനിവേ ഡോസ് എന്തായാലും ആളുകളിലേക്ക് എത്തട്ടെ, ഗംഭീര വിജയമാവട്ടെ. താങ്ക് യു. So once again, thank you. Thank you. Yeah. Thanks.